Political Grand Finale. Co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പോൾ പൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എക്സിറ്റ് പോളുകളുടെ ചർച്ച ഏതാണ്ട് പൂർത്തിയായി. ഇനി യഥാർത്ഥ ജനവിധിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 15 മണിക്കൂർ മാത്രമാണ് ഈ സമയം മുതൽ, ഇന്ന് വൈകിട്ട് 5 മണി മുതൽ വോട്ടെണ്ണലിനായി അവശേഷിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകൾ ആദ്യമെണ്ണും പിന്നെ യഥാർത്ഥ വോട്ടിംഗ് മെഷീനുകളുടെ വോട്ടെണ്ണലിലേക്ക് കടക്കുകയും ചെയ്യും. രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്നോടൊപ്പം പ്രധാനപ്പെട്ട ഞങ്ങളുടെ അവതാരകർ KP അഭിലാഷുണ്ട്, MG രേണുകയുണ്ട്, TG സജിത്തുണ്ട്, അപർണ കുറുപ്പ് അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. ഏതായാലും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള, വ്യത്യസ്ത അഭിപ്രായ തലങ്ങളുള്ള അവതാരകരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇനിയുള്ള 2 മണിക്കൂർ നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യം സൈത്തിൽ തുടങ്ങാം. സൈത്ത്, ഈ അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്ന വലിയൊരു മേധാവിത്വം, അതായത് ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും ഒരേപോലെ ഒരു പക്ഷേ ഒരു മുന്നണിക്ക്, ഒരു കക്ഷിക്ക്, ഒരു പ്രധാനമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്ന ആദ്യമായിരിക്കും. അതിനൊന്നും മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ നാളെ? എക്സിറ്റ് പോളുകളിൽ ഒരു പരിധിവരെ ഞാൻ വിശ്വസിക്കുന്നു BJPക്ക് മജോറിറ്റി കിട്ടാം. പക്ഷേ എക്സിറ്റ് പോൾ പറഞ്ഞ പോലെയുള്ള ഒരു വലിയ ഫിഗറിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും എനിക്ക് ശേഖരിക്കാൻ പറ്റുന്ന കണക്കുകൾ ശേഖരിച്ചുമുള്ള എൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. BJP അവകാശപ്പെടുന്ന നേട്ടത്തിലേക്ക് നാളെ എത്തില്ല. BJPയുടെ അവകാശം എന്ന് പറഞ്ഞാൽ നേരത്തെ 400 പാർ ആയിരുന്നു. പക്ഷെ അത് മൊത്തത്തില് NDAക്ക്, പക്ഷെ അത് അവരുടെ ഒരു അജണ്ട അവർ ആദ്യം തന്നെ സെറ്റ് ചെയ്തതാണ്. സൈത്ത് പ്രതീക്ഷിക്കുന്നത് എത്ര സീറ്റ് വരെ BJP എത്തുന്നതാണ്? കഴിഞ്ഞ 303 ആയിരുന്നു. അതെ, ഒരു 300 എബോ, അതായത് ഒരു 350, 320 ആ ലെവലിൽ വരുന്ന ഒരു റേഞ്ച് ആയിരിക്കും NDA മൊത്തം ആ ഒരു റേഞ്ചിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് 320-നകത്ത് NDA ഒതുങ്ങും എന്നുള്ളതാണ് അല്ലേ? അതെ, ഞാനങ്ങനെ രേണുക. അല്ല, എനിക്ക് അത് ഞാൻ പറയാം. അതിന് മുമ്പ് രഞ്ജിത്ത് എന്താ ഈ വേഷത്തിലെന്ന് എനിക്ക് മനസ്സിലായില്ല. നാളത്തേക്ക് തയ്യാറെടുപ്പാണ്. നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ടല്ലോ. നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ട്. അല്ല, ഇന്ന് കല്യാണവും മീശ വാങ്ങിയോ വെക്കാനുള്ള? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ കൃത്യമായ കണക്കുകൾ അത് പഠിച്ചിട്ടാണ് നമ്മൾ ബെറ്റ് വെച്ചത്. ഏതെങ്കിലും വാശിപ്പുറത്തുള്ളൊരു ബെറ്റൊന്നും അല്ല. അപ്പോൾ ആ കണക്കുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സട്ടാ ബസാറിൽ ഉൾപ്പെടെ നടക്കുന്ന ബെറ്റിംഗ് വരെ നോക്കിയിട്ടാണ് രാരയായിട്ട് ഞാൻ എങ്ങനെ വാതുവെപ്പിൽ ഏർപ്പെടണമെന്ന് തീരുമാനിച്ചത്. 400 എത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു വിശ്വാസം BJPക്ക് പോലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നരേന്ദ്രമോദിക്ക് പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രാരയെ പോലെ ചില ഹാർഡ് കോർ ആരാധകർക്ക് മാത്രമാണ്. വേറൊരു കണക്കൂടെ ഞാൻ പറയട്ടെ. 400 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ NDA ആയിരിക്കില്ല ഒരു മാസം കഴിഞ്ഞ. ഉദ്ധവ് താക്കറെയുമായി ഉദ്ധവ് താക്കറെ 20 ദിവസത്തിനകം NDAയിൽ എത്തുമെന്ന് MLA പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും 400 എത്തും. ഒരു മാസത്തിനുള്ളിൽ 400 NDA എന്തായാലും എത്തും. അത് ഇലക്ഷന് മുമ്പ് 400 ഇല്ലെങ്കിലും ഇലക്ഷന് ശേഷം അവർ വളരെ ആ കണക്കെടുപ്പ് നമ്മൾ നടത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ കണക്കിലുള്ളത് 320 എന്നുള്ള നിലവിലുള്ള ചിത്രത്തിൽ നിന്നാണ് നമ്മൾ കൂട്ടിയെടുക്കും. ഞാനും വിചാരിക്കുന്നത് 300 കടക്കും. പക്ഷേ ഈ പറയുന്ന 400-ലേക്ക് എത്തില്ല, അതിന് താഴെ നിൽക്കും എന്നതാണ്. NDA കൂടി ചേർത്തിട്ടായാലും ഒരു 350 ആ റേഞ്ചിൽ നിൽക്കുമെന്നാണ് ഞാനും കരുതുന്നത്. ശരി, അഭിലാഷ്. രഞ്ജിത്ത്, എൻ്റെ പ്രതീക്ഷകൾ, അതായത് കഴിഞ്ഞ 2 തവണ എക്സിറ്റ് പോളിന്റെ ശരാശരിയേക്കാൾ മുകളിൽ ആയിരുന്നു NDAയുടെ നേട്ടം എന്നത് നമുക്കറിയാം. ഇത്തവണയും അത്തരത്തിൽ എക്സിറ്റ് പോളുകളിൽ നിന്ന് ഒരു തരി പോലും NDA പിന്നോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ അണ്ണനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്ക് മുമ്പ് തന്നെ വരിഷ്ഠ മാധ്യമ പ്രവർത്തകരിൽ ആദ്യം 400 കടക്കും എന്ന് പറഞ്ഞ ഏക മാധ്യമ പ്രവർത്തകനെ ഇന്ത്യയിലുള്ളൂ. അത് നമ്മുടെ രഞ്ജിത്ത് രാമേന്ദ്രനാണ്. പ്രത്യേകിച്ച് ഈ വരിഷ്ഠ മാധ്യമം എന്ന് വെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞ മാധ്യമ പ്രവർത്തകരെ ഇത്രയും ആധികാരികമായിട്ട് അഭിപ്രായം പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, അത് രഞ്ജിത്ത് രാമേന്ദ്രനാണ്. അതുകൊണ്ട് ഞാൻ ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഞാൻ 400-ലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ 350 അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് NDA സഖ്യം പോകാനുള്ള വലിയ സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അല്ല, അതാണ് ഒരു കണക്ക്. പ്രധാനമായും നമ്മൾ 2014 എടുത്താലും 2019 എടുത്താലും എക്സിറ്റ് പോളുകൾക്കപ്പുറത്തുള്ള റിസൾട്ടാണ് NDAക്ക്, മോദിക്ക് കിട്ടിയത്. ഇത്തവണ എക്സിറ്റ് പോളുകൾ 4ഓളം എക്സിറ്റ് പോളുകൾ 400-ന് മുകളിൽ പ്രവചിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലൊക്കെ ആക്യുറേറ്റ് ആയി പ്രവചിച്ചവർ പോലും 400-ന്
മുകളിൽ പറയുന്നുണ്ട്. ഇത്തവണ 350, 370 റേഞ്ചിലാണ് ബാക്കിയുള്ള എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് പ്രവചിക്കുന്നത്. അതിൽ 30 സീറ്റുകൾ കൂടുതൽ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ചാണക്യ കണ്ടപ്പോ ഞാൻ നമ്മുടെ ബെറ്റ് ഓർത്ത് കുറച്ച് വിഷമിച്ചു എന്നൊക്കെയുള്ളത് സത്യമാണ്. പക്ഷേ അവസാന നിമിഷം വരെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അങ്ങനെ നടക്കില്ലെന്ന്. പക്ഷേ രാര ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹമല്ല, ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഈ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു കണക്കുകൂട്ടൽ മാത്രമാണ്. എന്റെ ആഗ്രഹം മറിച്ചാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോ അപർണ വരാൻ ലേറ്റ് ആകുന്നതുകൊണ്ടാണ് ഇപ്പോഴും അത് മാത്രമല്ല, ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എൽദോപോൾ പുതുശ്ശേരി ഇന്ന് പിന്മാറി. അതെ, ഇന്നലെ ഇടതുപക്ഷത്തിന് വേണ്ടി ഇല്ലാത്ത വാദങ്ങൾ പൂർണ്ണമായും ഉന്നയിച്ച ആളാണ്. കേരളത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടതിനൊന്നും പറയാനില്ല എന്നതുകൊണ്ട് തന്നെ എൽദോപോൾ അപർണ ഗ്രൂപ്പിനെയും ഇപ്പൊ കാണുന്നില്ല. എന്തായാലും ഇവിടെ നമ്മളൊരു സ്ഥലം നമുക്കപ്പം BJPക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നൊരു വാദം ഉയർത്താൻ ആരുമില്ലേ? ഇല്ല, അതാണ് എന്നൊരു ഫിഗർ ഇപ്പോഴും ഇന്ത്യ മുന്നണി ശക്തമായി തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദത്തിന് വേണ്ടി മാത്രം പറയുന്നതല്ല ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം യോഗം ചേരുന്നു, കൃത്യമായി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അവരുടെ ഒരു എത്ര 24 മണിക്കൂറിനകം നമ്മുടെ ഇന്ത്യ സഖ്യം, അതായത് ഈ പാനലിനകത്തെ ഇന്ത്യ സഖ്യം തകർന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ശരി. ഇന്നലെ വരെ ഇനിയിപ്പോൾ അപർണയിൽ മാത്രമാണ് അപർണയ്ക്കുള്ള എയർ ടൈം ഇവിടെ ബാക്കി. ഞാനത് കേട്ടു, ഞാനത് പുറത്തുനിന്ന് കേട്ടു. എക്സിറ്റ് പോളും അപർണ വൈകിയത് അപർണ വൈകിയത് എൽദോയുടെ ഉപദേശം കേൾക്കാനായിരുന്നോ? എന്തൊക്കെ പറഞ്ഞു വിട്ടത്? എൽദോ പറഞ്ഞതൊന്നും തെറ്റാണെന്നൊന്നും പറയണ്ട. 295 അല്ല 12 കേരളത്തിൽ അല്ല, അത് വിട്. അതിന്റെ എൽദോയ്ക്ക് ഇന്നലെ പങ്കെടുത്ത എൽദോയ്ക്ക് പകരക്കാരൻ സൈത്തിനെ വിട്ടേക്കുന്നത്. നമ്മുടെ സജിത്തിന്റെ കാര്യം വളരെ സാത്വികനാണ്. ഞാൻ അങ്ങനെ ഒന്നും ബഹളം ഉണ്ടാക്കാറില്ല. ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാം എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധിക്കേണ്ടി വരും സജിത്തിന്റെ അടുത്ത്. ഞാൻ 295 ബാക്കിയുള്ള എക്സിറ്റ് ഇന്ത്യ മുന്നണിക്ക് 295 ഒരു തർക്കവും ഇല്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സജിത്തിന്റെ വായിൽ ഈച്ച കയറിയാണ് മറുപടി. സജിത്ത് ഇന്ത്യ മുന്നണി തൃണമൂൽ കോൺഗ്രസിന്റെ കടക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ സജിത്ത് കറക്റ്റ് ആയിരിക്കും. അതൊക്കെ അപർണയോട് ചോദിച്ചു, മഞ്ജുഷേട്ടനോട് ഇങ്ങനെ ഒരു വെറ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം എവിടെ നിന്നാണ്? പക്ഷേ എന്താണ് അതിലേക്ക് നയിച്ചത്? ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രയും ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലേ എന്നൊക്കെ തരത്തിൽ തോന്നുമോ, ചിന്തിക്കുമോ എന്നൊക്കെ അഭിലാഷ് അല്ല, ഇതൊക്കെ ജനാധിപത്യം അതിന്റെ കൃത്യമായ വഴികളിലെത്തും. ആ കണക്ക് വരും. രഞ്ജിത്ത് രാമചന്ദ്രൻ ഈ മുണ്ടും ഒന്നും ഉടുത്ത് ഇവിടെ നിന്നിട്ട് വലിയ വിശേഷമൊന്നുമില്ല. അല്ല, അത് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആഘോഷം തുടങ്ങിയതാണ്. അതാണ് നമ്മൾ അതിലൊന്നും കാര്യമില്ല. 295 കൃത്യമായ കണക്ക്. ജനങ്ങൾക്ക് ബോധമുണ്ട്. ഇത്തവണ കൃത്യമായിട്ട് ചിന്തിക്കും. 295 മമത ഇല്ലാത്ത ഇന്ത്യ മുന്നണിയാണോ 295 കിട്ടുന്നത്? അല്ല, മമത കൂടെ ചേർത്തിട്ടല്ല. അല്ലാണ്ട് ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി? അതൊക്കെ ഇനി സമയമുണ്ടല്ലോ. ആ രീതിയിൽ ഒരു മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. അവരത് ഒരു സർപ്രൈസ് ആയി വെച്ചിരിക്കുകയാണ്. ആര് പ്രധാനമന്ത്രിയാകുമെന്ന്. അത് പക്ഷേ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ മോദിക്ക് 400 സീറ്റ് എന്ന് ആദ്യം ഉപദേശിച്ച ആളാണ് രഞ്ജിത്ത്. അതിന് രഞ്ജിത്ത് പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും മോദി പോലും ഇത് പറഞ്ഞു തുടങ്ങിയത്. നിങ്ങൾക്ക് NDAക്ക് മോദി തന്നെയാണല്ലോ അല്ലെ സ്ഥാനാർത്ഥി? അമിത്ഷാ അല്ലല്ലോ അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? ഒരു വ്യത്യാസമില്ല. ജനാധിപത്യത്തെ തുറുങ്കിലടക്കുന്ന കാലമാണ്. അഴിമതി കേസിലാണ്. അത് ഓരോ സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് ബീഹാർ വരെ പോയിട്ട് വരാം. ഏതൊക്കെ സ്റ്റേറ്റിൽ എത്ര കോടതിയും കോടതിയെ പോലും വേണ്ട. നിയമ സംവിധാനങ്ങൾ
എന്തൊക്കെയാണ് സജിത്ത്? അല്ല, സജിത്ത് 295 എന്റെ എവിടെ സംശയം എന്നുള്ള കൃത്യമായ സജിത്ത് കണക്ക്. എന്റെ ഒരേ ഒരു രഞ്ജിത്തെ, സംശയം അതായത് അഭിലാഷേ, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ 295 എവിടെ നിന്നൊക്കെ കിട്ടുമെന്നുള്ള കൃത്യമായ കണക്ക് ആ പേപ്പറുകളിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ പേപ്പർ അതാണ് സംസ്ഥാനങ്ങളുടെ രേണുക ആ പേപ്പർ പക്ഷേ അപർണ ഓണയർ കാണിക്കില്ല. കാരണം എങ്ങനെ എഴുതി കൂട്ടിയിട്ട് 200 പോലും എത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ 295 പോകുമെന്ന് പറയുന്നു. BJP വലിയ ഇടിവ് സംഭവിക്കുമെന്ന് പറയുമ്പോൾ 2014 മോദി അധികാരത്തിൽ വരുന്നത്, 2019 അത് ആവർത്തിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി മോദി എന്ന നേതാവിനെയോ അല്ലെങ്കിൽ BJPയോ ഒക്കെ ആക്രമിക്കാൻ പറ്റുന്ന എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. 2019 ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നമുക്ക്, കാരണം ആക്രമിക്കാൻ പല വിഷയങ്ങളുണ്ടായിരുന്നു. നോട്ട് നിരോധനം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുൽവാമ ആക്രമണം പോലെ ആണ് സൂചിപ്പിച്ചത്. പുൽവാമ ആക്രമണത്തെ ഇന്ത്യയുടെ പോരായ്മയായി ചിത്രീകരിക്കേണ്ടത് പ്രതിപക്ഷമായിരുന്നല്ലോ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പുൽവാമ പോലെയുള്ള ആക്രമണം ഇന്ത്യ GST പോലെയുള്ള വിഷയങ്ങൾ, അങ്ങനെ ഇന്ത്യയിൽ സമഗ്രമായ മാറ്റം നടത്തുമ്പോൾ ആ മാറ്റമൊന്നും നമുക്ക് ചേരുന്നതല്ല എന്ന് പറയാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ മോദി ആദ്യ ടേം പൂർത്തിയാക്കിയതിനേക്കാൾ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയതെന്നാണ് ഞാൻ ബോധ്യവുമുണ്ട്. 2019 അതെ, ഞാൻ 2024 വരാം. കൃത്യമായിട്ടുണ്ട്. കാരണം ഞാൻ പറയാം, ഒന്ന്, ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു നേതാവിന് മുന്നോട്ട് വെക്കാൻ ജനങ്ങൾ നൽകിയ ഒരു സമയമുണ്ട്. 5 വർഷം പോരാ, 10 വർഷം വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. അങ്ങനെ നിശ്ചിത ഒരു കാലയളവ് നൽകിയ ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഒരു പൂർത്തീകരണം കഴിഞ്ഞു. അവിടെ എന്ത് ഈ അവകാശവാദങ്ങൾക്ക് എവിടെ എത്തി എന്ന ചോദ്യം സ്വാഭാവികമായും ജനങ്ങൾക്ക് മുന്നിലേക്ക് വരാം. പിന്നെ ഇന്ത്യയിലെ കേരളത്തിനപ്പുറമുള്ള ചിത്രം പരിശോധിച്ചാൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുള്ള കാര്യം, വികസനത്തിനപ്പുറത്തേക്ക് വിശ്വാസം പോലെയുള്ള അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഓടി വന്നിട്ടുണ്ട്. ഇത്തവണയും അത് വന്നിട്ടുണ്ട്. ഇത്തവണയും BJPക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞ വോട്ടുകളിൽ നല്ലൊരു പങ്കവും ആ ഒരു വഴിയിലൂടെ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതിനുമപ്പുറം BJPക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവുക, നരേന്ദ്രമോദിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവുക, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. തൊഴിലില്ലായ്മ, അതിന്റെ അങ്ങേയറ്റത്തെ രൂക്ഷമായ സാഹചര്യത്തിൽ വിലക്കയറ്റം, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത. അത് ഞാൻ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ ബോധത്തിനോടൊപ്പം നിൽക്കുമ്പോഴും അവർക്ക് ഒരു രാഷ്ട്രീയപരമായി മുന്നോട്ട് വെക്കാൻ കഴിയാത്തൊരു പ്രശ്നമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കടുത്ത തീരുമാനമായിരുന്നു ഇന്ധന വില വർധന. ഇത്ര കടുത്ത, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും പ്രതിസന്ധികളുടെയും സംസ്ഥാന സർക്കാരുകൾ നേരിടുന്ന പല നയവ്യതിയാനങ്ങളുടെയും മൂല കാരണം ഈ ഇന്ധന വില വർധന. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇന്ധന വില വർധനം എന്ന പോയിന്റാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ധന വില വർധനവ് എന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തെ ചർച്ചയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പരാജയമാണ്. അത് സജിത്ത്, ഇവിടെ അജണ്ട തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കുറച്ചെങ്കിലും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നൊരു സാഹചര്യം കൂടി നമ്മൾ കാണണം. കാരണം വ്യത്യസ്തമായ ഓരോ ഘട്ടത്തിന് ചേരുന്ന, എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടത്തേക്ക് വേണ്ടി പാകപ്പെടുത്തിയ തരത്തിലുള്ള വാക്കുകളാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. രേണുക, ഞാനത് തീർച്ചയായും യോജിക്കുന്നു. അതിനൊപ്പം പക്ഷേ ഒരു പിഴവ് എനിക്ക് പറ്റുമെന്ന് സംശയമുള്ളത്, ഇത് തുടക്കം മുതൽ ആ ഒരു ആർജവം കാണിക്കാൻ വൈകിയോ എന്നതാണ്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളായി നടന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഒരു ആർജവം തിരിച്ചെടുത്തു, ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നു. ആ സ്ട്രാറ്റജിക്കൊപ്പം മറുപടി പറയാൻ മോദിക്കും വേണ്ടി വന്നു. അതെവിടെയാണ് ആ ബുദ്ധിപരമായി നീക്കം വെച്ചാൽ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ മുഴുവൻ കെടുത്തി കളയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി മോദി വെക്കുന്നത്. അവിടെയാണ് ഇന്ത്യ മുന്നണി പതുങ്ങിപ്പോയത്. ആ പതുങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് NDA അവരുടെ പ്രചരണം അതിൽ കത്തിക്കയറി. അവർക്ക് ഇന്ത്യ മുന്നണി ജനാധിപത്യ ചേരിയുടെ ഒത്തുചേരലാണ്. ഇന്ധന വില വർധനവിൽ നിന്ന് തുടങ്ങാം. ആരാണ് ഇന്ധന വില വർധന അധികാരം ആദ്യം നിങ്ങൾക്ക് ഇതൊക്കെ എത്ര വർഷമായി പറയുന്നു? ഞാൻ UPA സർക്കാർ കൊടുത്തു. നിങ്ങൾക്ക് ഇത് തിരുത്താൻ വർഷം എത്ര മുന്നേ കൊണ്ടായിരുന്നു? അതിനുള്ള അത് തിരുത്തല്ലോ. അത് ഒരു സംഗതി കക്കൂസ് പണി ചെയ്ത് എന്താ കക്കൂസ് പണി കണ്ടില്ല? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കക്കൂസാണ് വോട്ടാകുന്നത്. എന്താ നമ്മുടെ നാട്ടിലെ പോലെയാണോ അവിടെ? അവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും ആവശ്യം കക്കൂസാണ്. നിങ്ങൾ ഈ കക്കൂസ് അല്ലല്ല, നിങ്ങൾ ഈ കക്കൂസ് പറഞ്ഞാണ് കഴിഞ്ഞ നോക്ക് ഒറ്റ കാര്യം, ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അത്യന്തം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ, പരാമർശങ്ങൾ, എന്തിനു പോകുന്നു? നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ സജിത്ത് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 വർഷം എന്നതാണ് ഒരു ടൈം എന്നുള്ളതുണ്ട്. ലോകം പ്രതീക്ഷിക്കാത്ത ഒരു കോവിഡ്
നമ്മളെ കടന്നാക്രമിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെയോ അല്ലെങ്കിൽ NDAയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ഒന്നും വിഷയമല്ല. അവിടെ സജിത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. അതായത് കോവിഡ് പോലെ ഒരു മഹാമാരിയെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയായിരുന്നു. അങ്ങനെയുള്ള ഇന്ത്യ സാമ്പത്തികമായ വലിയ കുതിപ്പിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമൊന്നുമല്ല സജിത്ത്. ഇന്ത്യ അങ്ങനെയെങ്കിൽ ഒരു നിമിഷം, അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സെറ്റ് ചെയ്തത് എന്ത് വിഷയമായിരുന്നു സജിത്ത്? എന്ത് വിഷയമായിരുന്നു സജിത്ത്? സാഹചര്യമാണല്ലോ ചർച്ച ചെയ്യുന്നത്. 2019 കോവിഡിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ മുക്തമായത്? ഒരു പ്രധാനമന്ത്രിക്ക് പ്രതീക്ഷിച്ച തരത്തിലേക്ക് ശോഭിക്കാനാവാത്തതിന്റെ മുഖ്യ കാരണം പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എത്രയോ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ അടക്കം നൽകേണ്ടി വരുന്നു. അതിനെയാണോ ആറാം ഘട്ടം, 7ാം ഘട്ടം, 5ാം ഘട്ടം തുടങ്ങിയോ? നിങ്ങൾ എവിടെയാണ് പ്രചാരണത്തിൽ വികസനത്തെ സംസാരിച്ചത്? പറഞ്ഞെടുത്ത് കൃത്യമായ മറുപടി ഉണ്ട് അപർണ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വികസനം പറഞ്ഞുകൊണ്ട്, വികസനം എന്നത് ഒരു പൊളിറ്റിക്സിൽ വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അപർണ പറയൂ ഇന്ത്യയുടെ ഗ്യാരണ്ടി പറഞ്ഞു തുടങ്ങിയതാണ്. എവിടെ പോയി? ഒരു കാര്യം മനസ്സിലാക്കൂ, ഇന്ത്യയുടെ ഞാൻ ചോദിക്കുന്നു, ഞാൻ ഈ പാനലിലെ എല്ലാവരോടും, ഞാൻ ഈ പാനലിലെ ഒരു നിമിഷം ന്യൂനപക്ഷ വിരോധം ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വികസനം എന്ന ഒരൊറ്റ പേര് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അഭിലാഷ് പറയുന്നത് എന്നാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത്. ഞാൻ പറയുന്നത് തിരിച്ചു വരുമെന്ന് ഉറപ്പ് നരേന്ദ്രമോദിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് 3ാം സമ്പദ് വ്യവസ്ഥ, വികസിത രാഷ്ട്ര, 47 വികസിത രാഷ്ട്ര ഇത് പറഞ്ഞു തുടങ്ങി, മോദി ഗ്യാരണ്ടി പറഞ്ഞു തുടങ്ങിയ മോദിക്ക് വർഗീയത പറയേണ്ടി വന്നു എന്നൊരു ചോദ്യമാണ്. ടെന്റിനകത്തിരിക്കും ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബാബറി പൂട്ടിട്ട് പൂട്ടും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബാബറി പൂട്ടിട്ട് പൂട്ടുമെന്നാ പറഞ്ഞത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും NDAയും വർഗീയ ശക്തികളാണ് എന്ന ക്യാമ്പയിൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മറുപടി രാജ്യത്തെ വിഷയങ്ങൾ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. പ്രധാനമന്ത്രി അതിനുശേഷവും ഇക്കാര്യങ്ങൾ പ്രസംഗങ്ങളിൽ വികസനവുമായി ബന്ധപ്പെട്ടാലും മോദിക്ക് ഗ്യാരണ്ടിയോട് ബന്ധപ്പെട്ടാലും ഈ പറഞ്ഞ പോലെ 47 ബന്ധപ്പെട്ടാലും പറഞ്ഞിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ കൂടുതൽ വാർത്തയാക്കിയത് ഇത്തരം പ്രസംഗങ്ങളാണ്. പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ ഞാൻ പറയട്ടെ, ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത തരത്തിൽ രാജസ്ഥാനിലെ ബാർബറിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ പ്രസ്താവന എടുത്തു പറയുകയാണ് മോദി ചെയ്തത്. അങ്ങനെയാണോ പറഞ്ഞത്? കെട്ടുതാലി വരെ പോകും, നിങ്ങളുടെ വീട്ടിലെ പശുക്കളെ കൊണ്ടുപോകും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യയ്ക്ക് ബാബറി പൂട്ടിടുമെന്നാണ് പറഞ്ഞത്. ബാബറി പൂട്ടിടും. കുട്ടികൾ കൂടുതലുള്ളവരിലേക്ക് സമ്പത്ത് പോകും. അങ്ങനെയാണ് പറഞ്ഞത്. പാകിസ്ഥാനിൽ പറയേണ്ട പ്രകടന പത്രികയാണ് ഇന്ത്യയിൽ ഇറക്കുന്നത് പറഞ്ഞു. പാകിസ്ഥാനെ ചുറ്റിപ്പറ്റി മുസ്ലിം ഒരു നിമിഷം, ഒറ്റ നിമിഷം. രേണുക പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്നിടത്താണ് പോയിന്റ്. അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഒരു മതവിഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കും എന്നാണ് പറഞ്ഞത്. അത് ആ മതവിഭാഗത്തെ അല്ല പറയുന്നത്, ഇന്ത്യ മുന്നണിയുടെ വിഷയത്തെയാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് പറയുന്നത്. ഇതേ പ്രസ്താവന ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് എന്താണ്? മോഡി ഒരു അജണ്ട സെറ്റ് ചെയ്തു. ആ അജണ്ടയ്ക്കൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും മാധ്യമങ്ങളെയും കൊണ്ടു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയമാണ്, BJPയുടെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയുന്നു. ആ പറയുന്നതിന്റെ മെറിറ്റിലേക്ക് ഞാൻ വരുന്നില്ല. അതിനപ്പുറം നരേന്ദ്രമോദിക്ക് പറഞ്ഞത് തിരുത്തേണ്ടി വന്നോ?
വിശദീകരണം നൽകേണ്ടി വന്നു. അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ വിജയം. ഞാൻ വിശദീകരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഞാൻ പറയാം, ഞാൻ പൂർത്തീകരിക്കാം. സമൂഹത്തിൽ ആ പ്രസ്താവനയെ ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകൾ പറഞ്ഞപ്പോൾ അത് കൃത്യമായി ഞാൻ ക്ലാരിറ്റി വരുത്താം. ഇനി ആ പ്രസ്താവനയെ മെറിറ്റിലേക്ക് വരുമ്പോൾ തികച്ചും അനുചിതമായ ഒരു രാഷ്ട്ര നേതാവിന്, ഒരു ലോക നേതാവിന് ഒരു കാലത്തും പറയാൻ പറ്റാത്ത പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ളത്. നരേന്ദ്രമോദി പറഞ്ഞതിൽ വളരെ മൻമോഹൻ സിംഗിന്റെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ പൊതുവിൽ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഒരു പ്രത്യേക ചേരിയിലോട്ട് ചേർത്ത് നിർത്തുക. നിങ്ങൾ ഈ പറഞ്ഞ ന്യായീകരിക്കുന്നില്ല. മുസ്ലിം വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും നിലപാട് ഇവിടെ നരേന്ദ്രമോദി BJP സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ അതായത് ഒരു നിമിഷം അതായത് സജിത്ത്, ഇവിടെ BJP ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ സംവരണ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടും എന്നാണ് ഇന്ത്യ മുന്നണി ക്യാമ്പയിൻ നടത്തിയത്. ആ ക്യാമ്പയിന് ശേഷമാണ് പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിലുള്ള മറ്റ് പ്രസംഗങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. ഇന്ത്യയുടെ ഭരണഘടന അതായത് പ്രധാനമന്ത്രി മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിൽ നിന്ന് അടക്കം പങ്കെടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി അതെവിടെയാണെന്ന് അറിയാമോ? ആ പള്ളിക്ക് എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? കേരളത്തെ ചൂണ്ടിക്കൊണ്ടാണ് ചോദിച്ചത്. കൊടുങ്ങല്ലൂരിലുള്ള പള്ളിയെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിം വിഭാഗത്തെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടും ആ പള്ളി അവിടെ ഉള്ളത് കൊണ്ടുമാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ ആലങ്കാരികമായി ഒന്നും പറയണ്ട. ഒരു രാഷ്ട്ര നേതാവിന്റെ പ്രസ്ഥാനം പറയും, ഇന്ത്യ എന്ന രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തിലുണ്ടോ? സൃഷ്ടിക്കപ്പെട്ടതല്ല. ഞാൻ സൃഷ്ടിക്കപ്പെട്ടു. BJP എന്ന രാഷ്ട്രീയ പാർട്ടി 10 വർഷമായി BJP രാജ്യം ഭരിക്കുന്നു. എത്ര മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്? കലാപങ്ങൾ മുസ്ലിം നേരിട്ട എത്ര കലാപങ്ങൾ കഴിഞ്ഞ 10 വർഷം എത്ര വർഷം മുമ്പാണ് മോദി ഈ 10 വർഷത്തെ കണക്ക് പറയും. ഈ 10 വർഷത്തിൽ മുസ്ലിം ഏറ്റവും വലിയ ബിസിനസ് ക്ലാസ് ആയി വളർന്നുവരാൻ അവർക്ക് സാധിക്കുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ പേരിൽ, ഒരു മാംസം വിറ്റതിന്റെ പേരിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അവഗണിക്കപ്പെട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെയാണോ എന്തുകൊണ്ട് ഈ ഗോവധം നിരോധനം ഉൾപ്പെടെ ഈ UPA ഇപ്പോൾ NDAയുടെ സഖ്യകക്ഷിയായിട്ടുള്ളവർ ഭരണത്തിലിരിക്കുന്നില്ലേ? എത്രയോ നാൾ കോൺഗ്രസ് ഭരിച്ചു. എന്തുകൊണ്ട് ഈ നിയമം റദ്ദാക്കപ്പെട്ടില്ല? ഇത് NDA ആണോ BJP ആണോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ. നമ്മൾ ഏറ്റവും മതേതരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലടക്കം ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ LDF ശ്രമിക്കുന്നു എന്നത് വസ്തുതയായി മാറുന്നു. വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ കൃത്യമായ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പോരാട്ടങ്ങൾ നടക്കുന്നു. അപ്പോൾ കേരളത്തിലടക്കം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയിക്കാൻ, ഞാൻ പറഞ്ഞത് ഇത് പറയണമെന്നല്ല, ഞാൻ ഇപ്പോഴും കരുതുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വികസനം എന്ന വിഷയത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാൻ പറ്റില്ല. ജാതിയും മതവും പറയും, സാമൂഹികമായ വിഷയങ്ങൾ പറയും, സാംസ്കാരികമായ വിഷയങ്ങൾ പറയും. പാർട്ടികളുടെ പൊതു ലൈനാണ്. ശരി, നമുക്ക് തിരിച്ചു വരാം. ഒന്ന് ദയവായി നമുക്കൊരു വളരെ പെട്ടെന്ന് അടിയന്തരമായി ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സംസ്ഥാനത്തെ രഞ്ജിത്തിന്റെ അവസരം കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ ഞാൻ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന ന്യായീകരണങ്ങളെ നിങ്ങൾ പറയാവൂ. അതിനപ്പുറം പോയാ കഷ്ടമാണ്. നമ്മളൊരു ടീമായിട്ട് തിരിക്കുമ്പോൾ ആത്യന്തികമായ ജയമാണ്. തെരഞ്ഞെടുപ്പ് പോലെ പ്രധാനമന്ത്രി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ സാർ എന്ന് ചോദിച്ചാൽ സാറ് പറയും ഇല്ല ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ അഭിലാഷും രാരും പറയുന്നത് അങ്ങനെയല്ല. അഭിലാഷിനോടും രഞ്ജിത്തിനോടും ഒരു കാര്യം, രാഷ്ട്രീയവും അവകാശവാദങ്ങളും അവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി അതിന്റെ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് അതൊരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ആയി രൂപപ്പെട്ടില്ലേ? നിങ്ങൾക്ക് തള്ളിക്കളയാൻ? അതിന്റെ കൃത്യമായ കാര്യം പറയാം. ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്നു. ആദ്യത്തെ 3 മാസം ഇന്ത്യ മുന്നണി പൂർണ്ണമായും നിശബ്ദമായിരുന്നു. 1-2 യോഗങ്ങൾ, ഒന്ന് പൂനെയിൽ ഒരു യോഗം നടന്നു,
വേറൊരു യോഗം കർണാടകയിൽ വെച്ച് നടന്നു. അതായത് ഇവർക്ക് അത്യാവശ്യം ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ 2-3 യോഗം നടന്നു. പ്രധാനപ്പെട്ട ജനങ്ങൾ ചോദിച്ച ചോദ്യം ആരാണ് നിങ്ങളുടെ നേതാവ് എന്നുള്ളതാണ്. ആ നേതാവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 4 ഘട്ടങ്ങളിലും ഇന്ത്യ മുന്നണി സജീവമായിരുന്നില്ല. 4ാം ഘട്ടത്തിൽ എന്തൊക്കെയോ ഒന്ന് മോദിക്കെതിരെ BJPക്കെതിരെ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരൊന്ന് ഉണർന്നു. അതിനുശേഷമാണ് ശരിക്കും ഇങ്ങനെ മുന്നണി നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ രൂപീകരണത്തിനപ്പുറത്തേക്ക് അതൊരു പ്രബലമായി അതൊരു മുന്നണിയല്ല, ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഇത്. തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും 1 വർഷത്തിന് മുകളിലുള്ള സർക്കാരിന് ആയുസ് ഉണ്ടാവില്ല എന്ന് എഴുതി വെച്ചു. നിങ്ങൾക്ക് ഇന്ത്യ മുന്നണി എന്ന സഖ്യം ഒരു വെല്ലുവിളി അല്ലെങ്കിൽ എന്തിനാണ് ഓടി നടന്ന് സഖ്യമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചത്? ഒരു കാര്യം ഒഡീഷയിൽ ഉൾപ്പെടെ സഖ്യത്തിന് നിങ്ങൾ ശ്രമിച്ചത് പറയട്ടെ ഒരു കാര്യം എന്തിന് നിങ്ങൾ സഖ്യത്തിന് ശ്രമിച്ചു? രണ്ടാമത്, എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളെ നിങ്ങൾ നശിപ്പിച്ചു, രണ്ടായി വിഭജിച്ചു? നേതാക്കന്മാരെ റെയിൻബോ കോളിഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ മത്സരിക്കുന്നത്? BJPയിൽ മത്സരിക്കുന്നതിൽ 4-1 മറ്റു പാർട്ടികളിലെ നേതാക്കളാണ്. റെയിൻബോ കോളിഷൻ മഴവില്ലാണ് ശരിക്കും. രേണുക, ഞാൻ പറയട്ടെ, 9-ാം തീയതി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് നമ്മൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തുടക്കം കുറിക്കുകയാണ്, പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം. അതാണ് BJP, അതാണ് NDA, അതാണ് പാർട്ടി. സ്വാഭാവികമല്ലേ? BJPയുടെ രാഷ്ട്രീയപരമായി അവരുടെ സംഘടനാ മികവിനെ അംഗീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ശക്തി അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറയുക ലോക റെക്കോർഡാണ്. അതായത് 64 കോടി ജനങ്ങൾ വോട്ട് ചെയ്തു. അതിൽ 34% വനിതകളാണ്. 31% വനിതകൾ, 34 സ്ത്രീകൾ, അങ്ങനെ ഒരു കണക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന് അത്ഭുതമാകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നമ്മൾ പൂർത്തിയാക്കിയാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രതിപക്ഷം വേണം. ഏത് തെരഞ്ഞെടുപ്പിലും പോരാട്ടം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണ്. ഒരു പക്ഷവും 2 പക്ഷമാണ്. അതിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും, പരസ്പരം. നമ്മൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ലേ? അവർ എത്ര രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിലാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ ചേരിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തന്ത്രം ആവിഷ്കരിക്കുക, അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് വേണേൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനപ്പുറം ഒരു രാജ്യമാണ്, അവിടെ തെരഞ്ഞെടുപ്പ് വേണം, അവിടെ ഒരു പ്രതിപക്ഷം വേണം, ഭരണപക്ഷവും. ഈ പ്രതിപക്ഷത്തെ ആരും ഇല്ലാതാക്കിയതല്ല, പ്രതിപക്ഷം സ്വയം ഇല്ലാതാകുന്നതാണ്. അതെ സൈതേ, ഞാനിപ്പോൾ ഒരു കണക്ക് പറയാം. അതായത് നമ്മുടെ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് അല്പം മുമ്പ് വന്ന കണക്കാണ്. അതായത് മൊത്തം വോട്ടർമാരിൽ 48% വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്ത് BJPക്കാണ്. അതിൽ മെയിൽസിൽ 48, ഫീമെയിൽസിൽ 47%, യങ്സ്റ്റേഴ്സിൽ 49% വോട്ടുകൾ BJPക്കാണ്. ഇങ്ങനെ ഒരു കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ അത് ചേർത്ത് വായിക്കാം. കോൺഗ്രസിന് കിട്ടുന്ന 20%ആണ്. 20% ഫീമെയിൽസിൽ 18%. മറക്കരുത്, 20% എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ 20% ആളുകൾ ഇപ്പോഴും കോൺഗ്രസിൽ വിശ്വസിക്കുന്നു. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ ഞാൻ പറഞ്ഞത് പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ ഇന്ത്യയിൽ അതിന് മുൻപേ ഉള്ള പാർട്ടിയാണ്. അതിന് സ്വാഭാവികമായ പരിണാമമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണക്കാരൻ ആരാണ്? ഞാൻ പറഞ്ഞ ഈ രാജ്യം ഒരു പാർട്ടിയുടെ കീഴിലാണ്, ഒരു നേതാവിന് കീഴിലാണ് എന്ന ചർച്ചകൾ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അതിനപ്പുറം ഇതൊരു വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിൽ ജയമുണ്ടാവാം, തോൽവിയുണ്ടാവാം, അങ്ങനെ കാണുക. ഒരുപക്ഷെ നമ്മുടെ തലമുറയ്ക്ക് അപ്പുറം ഇപ്പോൾ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലമൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആവാം, ഇത്ര അധികം അധിപയായി നിന്നൊരു രാജ്യത്തെ നിയന്ത്രിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അവിടെയും കോൺഗ്രസിന് വിമർശന വിധേയമായി അതെ ഇന്ദിരാഗാന്ധിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആ ഇന്ദിരാഗാന്ധി തകർന്നടിഞ്ഞു, അവരുടെ പാർട്ടിയുമാണ് ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ആവരുത് ജനാധിപത്യം. ജനാധിപത്യത്തിൽ തോൽവിയുണ്ടാവണം, ജയമുണ്ടാവണം, ഒപ്പം പോരാട്ടം. വളരെ ജനറൽ ആയിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, പക്ഷെ ജനറൽ ആയിട്ട് പറയാം. ഇത് ഇന്ത്യയിലെ മാത്രം ചിത്രമൊന്നുമല്ല രഞ്ജിത്തെ. സ്വേച്ഛാധിപതികൾ, സ്വേച്ഛാധിപത്യം, അത് ഒരുപാട് കാലം ഞാൻ വളരെ ജനറൽ പ്രതിപക്ഷത്തെ ചുരുക്കി കാണിച്ചുകൊണ്ടുള്ള ഏകാധിപതികൾ, ഏകാധിപത്യം ഒരുപാട് കാലം നീണ്ട ചരിത്രമുണ്ട്. പക്ഷെ കാലാകാലത്തോളം നീണ്ട ചരിത്രമുണ്ട്. ഇവിടെ ഒരേ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം. അതായത് നമ്മളൊരു വാദപ്രതിവാദത്തിന് വേണ്ടി ഇത്രയധികം ഒക്കെ സംസാരിച്ചു. അപർണ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏകാധിപത്യം എന്നുള്ളത്. യഥാർത്ഥത്തിൽ BJP വിജയിക്കുന്നത് അവിടെയാണ്. ഇതൊരു ഏകാധിപത്യമല്ല. നമ്മുടെ ജനാധിപത്യത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. കാരണം അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത
രാജ്യത്തെ ഭരിക്കേണ്ടത് ആര് എന്ന് നമ്മൾ ബാലറ്റ് പേപ്പറിലൂടെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും സജിത്തും അപർണയും രേണുവും രഞ്ജിത്തും വോട്ട് ചെയ്ത് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഒരു നിമിഷം ഞാനൊന്ന് പറയുന്നത്, ഞാൻ കുറച്ചുനാൾ ഡൽഹിയിൽ ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ മെനയുന്ന സമയത്ത് BJP വളരെ ഓപ്പണായി മാധ്യമപ്രവർത്തകരോടടക്കം അവരുടെ ചില ടെക്നിക്കുകൾ പറയും. സജിത്ത്, ഞാൻ വളരെ വസ്തുതാപരമായ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മുടെ പ്രശ്നം എന്താണ്? ജനാധിപത്യത്തിനല്ല പൊള്ളലേറ്റത്. ജനാധിപത്യത്തിന് പൊള്ളലേറ്റുമെങ്കിലും നമുക്ക് ആ ബോധമുണ്ടാവുകയും നമ്മൾ വോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. സജിത്ത്, ഞാനും സജിത്തുമല്ലേ ഈ ജനാധിപത്യത്തെ തീരുമാനിക്കുന്നത്. അതിനുള്ള ഒരു നിമിഷം ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. സജിത്തിന് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ലേ? അപർണയ്ക്ക് വോട്ട് ചെയ്യാൻ ലഭിച്ചില്ലേ? ഇന്ത്യയിലെ 98 കോടി വോട്ടർമാർ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. BJPയുടെ തന്ത്രം എന്ന് വെച്ചാൽ BJP 2024 രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു. എങ്ങനെ? അത് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് 2019 ഇലക്ഷൻ കാലത്ത് ഓഫ് ക്യാമറ, ഒരു നിമിഷം, ഓഫ് ക്യാമറയിൽ BJPയുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്ന ഏജൻസികളുമായി സംബന്ധിച്ച് തന്ത്രം മെനയുന്ന ഏജൻസിയിൽപ്പെട്ടവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ ഒരു പോളിസിയെ കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് 543 സീറ്റുകളാണല്ലോ ഉള്ളത്. അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ അവർ 542 സീറ്റുകളിലും വിജയിച്ചു എന്ന് കരുതുക. സജിത്ത് അവിടെ ചോദിച്ചു ഈ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനെ കുറിച്ച്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തായിരിക്കും സജിത്ത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നീക്കം? ഞങ്ങൾ 542 ജയിച്ചു, ഇനി ഞങ്ങളെ ഒന്നും ചെയ്യാനില്ല എന്നതായിരിക്കും. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അതല്ല. ആ ഒരു സീറ്റ് നേടാൻ എന്തൊക്കെ ചെയ്യണമോ അവിടെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ട്രെൻഡ് മാറ്റി. അതുപോലെ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് തോന്നലുണ്ടായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 5 പ്രധാനമന്ത്രിമാർ വേണോ എന്ന് ചോദിച്ചത് എന്നൊക്കെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ സൈത്ത് സൂചിപ്പിച്ച പോലെ ഞാനൊരു BJP-കാരനോ NDA-കാരനോ അല്ല. പക്ഷെ ഞാൻ അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കിയ ആൾ എന്ന നിലയിൽ പാർട്ടികൾക്ക് തന്ത്രമുണ്ട്. PR എക്സസൈസ് ആണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. തർക്കമില്ല കാര്യത്തിൽ. ഞാൻ ഉദാഹരണം പറയാം. അവിടെ തന്നെയാണ് BJP അത്തരം എക്സസൈസ് നടത്തുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ സമ്മതിച്ചു തന്നാൽ മതി. അതൊക്കെ സമ്മതിച്ചാൽ മതി. ഞാൻ ഉദാഹരണം പറയാം. സിമ്പിൾ രേണു, ഞാൻ ഇതിന്റെ ഫ്ലോ എങ്ങനെ നഷ്ടപ്പെടും. അതായത് ഒരു സിമ്പിൾ പോയിന്റ് ഞാൻ പറയാം. കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെ കേരളത്തിലെ ഒരു സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന ഘടകം ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ടോ ഇല്ലയെന്നാണ്. അതായത് 6 മാസം പെൻഷൻ മുടങ്ങി എന്നത് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. തൊട്ട് പിന്നിലേക്കൊരു 8 വർഷം പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കുക. ഉമ്മൻചാണ്ടി എന്ന UDF നേതാവ് ഭരിച്ച കാലം, UDF സർക്കാർ, അന്ന് തെരഞ്ഞെടുപ്പ് വിഷയമോ മാധ്യമ അജണ്ടകളിലോ പൊതുജനങ്ങളുടെ അജണ്ടകളിലോ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിലോ സാമൂഹ്യ പെൻഷൻ ഒരു വിഷയമേ ആയിരുന്നില്ല. കാരണം എന്താ? പിന്നീട് സംഭവിച്ചത് ക്ഷേമ പെൻഷൻ ഒരു പ്രധാന സോഴ്സായി ജനങ്ങൾക്ക് മാറുകയും അത് ഒരു സർക്കാർ അവരുടെ രാഷ്ട്രീയ തീരുമാനമായി കൊടുത്തു വരികയും ഇടക്കാലത്ത് അവരുടെ പരാജയം കൊണ്ടോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ അത് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് നമ്മുടെ അജണ്ടയിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരുപക്ഷെ അവരുടെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പറ്റിയ ഒരു പരാജയം കൂടിയാവാം അത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ അത് മാധ്യമങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ വിഷയമാകുന്നു എന്നതാണ്. അതൊരു സ്ട്രാറ്റജിയുടെ പിഴവായിട്ടാണ് ഞങ്ങൾ. സമാനമാണ് BJP എടുക്കുന്ന സ്ട്രാറ്റജികളും സാഹചര്യം. ഇവിടെ അഭിലാഷ് പറഞ്ഞതിന് എനിക്ക് പറയാൻ സമയം തരണേ. ഇവിടെ പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് എല്ലോ ഇവിടെ അധികാരത്തിൽ വരുന്നത്. ആധികാരികമായ വിഷയങ്ങളാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ ആണല്ലോ അധികാരത്തിൽ വന്നത് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അത് സുഗമമായിട്ടാണോ നടക്കുന്നത് എന്നൊരു സംശയമുണ്ട്. ആദ്യം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് 5 വർഷം അധികാരത്തിൽ ഇരുന്നവർ നമ്മളുടെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നു. അത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് അറിയാം. പിന്നെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ജയിലിലടയ്ക്കുന്നു. എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മതി. പറയട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നാട് മുഴുവൻ നടന്ന് വർഗീയത പറയുന്നു എന്നത് സ്പഷ്ടമായിരിക്കെ അത്തരം പരാതികൾ ഉയർന്നിട്ടേ നടപടിയെടുത്തു. അപ്പോൾ നമ്മളുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അത് ശരിയായ വിധത്തിലാണോ പ്രവർത്തിക്കുന്നത്? അപ്പോൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ 540 അതൊക്കെ സുഗമമായി പ്രവർത്തിച്ച് പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ കേരളം മുഴുവൻ ഗോദ എന്ന് പറഞ്ഞ പരിപാടി യാത്ര ചെയ്ത ആളാണ്.
പൗരത്വ നിയമവുമായി ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചൊരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ. അവരെ പറഞ്ഞ് ഓരോ CPI നേതാവും നമ്മുടെ ചർച്ചയിലടക്കം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തന്നെയായിരുന്നു. യാതൊരു സംശയമില്ല. അതാണോ ആ നിയമം? നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ? പൗരത്വ നിയമം മാറ്റി നിർത്തൂ. രേണുക പറഞ്ഞത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇത്രയധികം മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരുപക്ഷെ നമ്മുടെ കേന്ദ്ര ഏജൻസികളെ ഇത്രയധികം നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന സ്ഥാപനം ഒന്ന് കേട്ടു നോക്കൂ. പ്രതിപക്ഷ പാർട്ടികൾ, നിങ്ങൾ പറഞ്ഞല്ലോ പ്രതിപക്ഷത്തിന്റെ കാര്യം, പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇവിടെ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? ED വരുമെന്ന് പേടിച്ച് കഴിയുന്ന പ്രതിപക്ഷമാണ്. രഞ്ജിത്ത് എത്ര സ്ഥാപനങ്ങളെ കളവ് തെളിയിക്കപ്പെട്ടു? നിങ്ങൾ കള്ള എവിടെ കാണിച്ചു? കള്ളം കാണിച്ചവർ നിങ്ങളുടെ കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കള്ളം കാണിച്ചവർക്ക് ഒറ്റക്കാര്യം രഞ്ജിത്ത്, കള്ളം കാണിച്ചവർക്കെതിരെ കൃത്യമായ നടപടി എടുത്തവരാണെങ്കിൽ അവരെ പാർട്ടിയിൽ എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് അഭിലാഷിന്റെ അഭിപ്രായം എന്ന് പറയാം. അഭിലാഷേ, കള്ളം കാണിച്ച് രഞ്ജിത്തെ, അഭിലാഷ്, അതുകൊണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മൾ ഈ പറയുന്ന കേന്ദ്ര സ്ഥാപനം, കേന്ദ്ര ഏജൻസികൾ നമ്മൾ വിളിക്കുന്ന ED അടക്കമുള്ള പല ഏജൻസികളെയും ഈ സർക്കാർ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അഭിലാഷ് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മറുപടി നൽകാം. ചോദ്യം അവസാനിപ്പിച്ചു. ഒന്ന്, എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോലി? എന്തിനാണ് നമുക്ക് പോലീസ് സംവിധാനമുള്ളത്? എന്തിനാണ് ഈ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തകൾ ആയി എല്ലാ കാലവും തുടരേണ്ടവർ അല്ല കേന്ദ്ര ഏജൻസികൾ? മാത്രവുമല്ല, ഞാൻ എടുത്തു പറയുന്നു, അതായത് BJP പൂർണ്ണമായും അഴിമതിരഹിതം എന്നോ BJP നേതാക്കൾ അഴിമതിരഹിതമെന്നോ അഭിപ്രായം എനിക്കില്ല. ഒരു നിമിഷം. രേണു പറഞ്ഞതുപോലെ വാഷിംഗ് മെഷീനായി, അതായത് ആരോപണം നേരിടുന്നവർ BJPയിലേക്ക് വന്നാൽ അത് തേഞ്ഞു മാഞ്ഞു പോകുന്നു എന്ന വസ്തുതയും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഒരു നിമിഷം. ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന സംവിധാനമോ CBI സംവിധാനമോ ഒന്നും NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതല്ല. ഇതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഈ അഴിമതികൾക്കെല്ലാം ഇതേപോലെ കുടപിടിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയും അവരെ ഒപ്പം നിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വിഷയം. ഇപ്പോഴാണ് ഡൽഹി മുഖ്യമന്ത്രി, ഒരു നിമിഷം, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നിയമം എന്തിനാ അരവിന്ദ് കെജ്രിവാൾ ആ നിയമം റദ്ദാക്കി? എന്തിനാ മദ്യനയം റദ്ദാക്കി? എന്താണ് മദ്യനയം? സുഗമമായി സർക്കാരിന് വലിയ തോതിൽ പണം ലഭിച്ചിരുന്ന ഒരു പദ്ധതിയെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് നടത്തിയ പദ്ധതി, അതില് അഴിമതിയുണ്ട് എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തും. ഇനി BJPക്കെതിരെ അന്വേഷണം നടത്തും. എന്തുകൊണ്ട് നടത്തുന്നില്ല? വർഗീയതയെ കുറിച്ച് പറഞ്ഞപ്പോ കേരളത്തിലെ ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്ന ഒരു വടകരയിലേക്ക് അഭിലാഷ് അതിനെ ചുരുക്കി. വടകരയിലെ പ്രചാരണത്തെ ഞങ്ങൾ ന്യായീകരിച്ചില്ല. അപ്പൊ ഇപ്പൊ രണ്ടാമത് അഴിമതിയെ കുറിച്ച് പറഞ്ഞപ്പോ പറയുന്നു മുമ്പുള്ളവർ ഇങ്ങനെയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ആരും ഏതെങ്കിലും സർക്കാരിന്റെ കാലത്ത് നടന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ ന്യായീകരിക്കുന്നവരല്ല. എന്തായാലും ഞാൻ അങ്ങനെയല്ല. രേണുക പറയുന്നതനുസരിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. BJP മാത്രമേ വർഗീയത പറയുന്നുള്ളൂ. മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും ഭരണകൂടത്തിന്റെ അതായത് എന്റെ ചോദ്യം ഇതാണ്, ഈ സർക്കാർ മിസ്യൂസ് ചെയ്തോ ഇല്ലയോ എന്നാണ് ചോദ്യം. അഭിലാഷ് ചെയ്തെന്നോ ഇല്ലെന്നോ മറുപടി പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ വാഷിംഗ് മെഷീൻ ആൾക്കാരെ വെള്ളപൂശുന്ന സംഭവം BJPക്ക് ഉണ്ടെന്നുള്ളത് അംഗീകരിച്ചു. എന്റെ ചോദ്യം, ഇപ്പോഴും കേന്ദ്ര ഏജൻസികളെ മിസ്യൂസ് ചെയ്യപ്പെട്ടു, രാഷ്ട്രീയപരമായ താല്പര്യത്തിന് വേണ്ടി മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഞാൻ എന്റെ മറുപടി വളരെ ഷാർപ്പായി പറയാം. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ നിറം നോക്കാതെ അതായത് അരവിന്ദ് കെജ്രിവാൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അന്വേഷണം വന്നാൽ അന്വേഷിക്കണം, ജയിലിൽ പിടിച്ചിടണമെങ്കിൽ ഇടണം. അത് അന്നത്തെ ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി അനുസരിച്ചിരിക്കും. അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അന്വേഷണം നേരിടുന്ന ആളുകളെ അടക്കം മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാക്കി നിർത്തുന്ന BJPയുടെ നയമുണ്ട്. ആ BJPയുടെ നയത്തോടും അഭിലാഷ് അംഗീകരിക്കുന്നില്ലെങ്കിലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. എനിക്ക് കൃത്യമായ അനുഭവം ഉണ്ട്, ഞാൻ പറയാം.
തിരുവനന്തപുരത്തെ വളരെ പ്രമുഖനായ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, വി മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ ഞാൻ ഒരിക്കൽ പോയി. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഒരു പ്രമാദ കേസുമായി ബന്ധപ്പെട്ട് കാര്യം നടക്കുകയാണ്. അതിൽ മാധ്യമങ്ങൾ അന്ന് ആ വിവാദം ഉയർന്നിട്ട് മാത്രമേ ഉള്ളൂ. ശരി, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ എടുക്കുന്ന ആദ്യ മറുപടി അദ്ദേഹം പറയുകയാണ്, ഇത് ഇ ഡി അന്വേഷിക്കും, അല്ലെ കേന്ദ്ര ഏജൻസി CBI ആണോ ED ആണോ ഞാൻ മറന്നുപോയി, അദ്ദേഹം പറയുകയാണ്. അതായത് ആ മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നിട്ട് ഒരു മണിക്കൂറേ സമയമായിട്ടുള്ളൂ. ഒരു കേരളത്തിൻ്റെ അടക്കമുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ അജണ്ടയിലേക്ക് ആ വിഷയം വന്നിട്ടില്ല. അദ്ദേഹം പറയുകയാണ് അന്ന് ഉച്ചയ്ക്ക് ED അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഈ അന്വേഷണം പ്രഖ്യാപിക്കൽ നടക്കുന്നത് എവിടെയാണ്? ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഇല്ല എന്ന് അഭിലാഷ് പറയുമെങ്കിൽ അഭിലാഷിന് വിശ്വാസം ചോദ്യം ചെയ്യും. ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനത് പറയാം. ഞാൻ ആ രീതിയിലുള്ള വാർത്ത കൊടുത്തപ്പോൾ അങ്ങനെ കൊടുക്കരുത് എന്ന് എനിക്ക് അതിൻ്റെതായ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അന്വേഷണ ഏജൻസി പ്രഖ്യാപനത്തിന് മുമ്പ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബൈറ്റ് വരുന്നത് തെറ്റായി പോകുമെന്ന ചിന്ത അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായി ഞാൻ പറയാം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. രാഷ്ട്രീയ ഏജൻസികളെ, കേന്ദ്ര സർക്കാർ ഏജൻസികളെ പൊളിറ്റിക്കലി ഉപയോഗപ്പെടുത്തി എന്നത് നേരിട്ടുള്ള തെളിവുകളും അനുഭവം. ഒരു ഇടവേള പറഞ്ഞിട്ട് കുറച്ചധികം സമയം രഞ്ജിത്ത് ഇടവേള വേണമെന്ന് PCR ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ചർച്ചകളിലേക്ക് വരാം. നമ്മൾ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ, BJP കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിന് മുന്നിൽ വെച്ച അജണ്ട, അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെയാണ് ഇത്രയും നേരം സംസാരിച്ചത്. നമുക്കിനിയും തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളിലേക്ക് കൂടി കടക്കണം. സയ്യിദ് രേണുക, അപർണ, അഭിലാഷ്. അതായത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഇത്തവണ ഇന്ത്യ സഖ്യം വലിയ പോരാട്ടം നടത്തി. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാനായി അവസാനം എത്തുന്ന സാഹചര്യമുണ്ടായി. വയനാട് കഴിഞ്ഞൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, നമുക്കറിയാം. അത് ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ്. അതൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഇന്ത്യ മുന്നണി അവിടെ സഹായിച്ചേക്കാം എന്നവർ വിശ്വസിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെയും ഒക്കെ റാലികളിൽ കടന്നു വന്ന ജനക്കൂട്ടം അത് വോട്ടായി മാറിയാൽ ഒരു 40 സീറ്റ് വരെയൊക്കെയാണ് പല UPA ഇന്ത്യ സഖ്യ ഘടകകക്ഷികളൊക്കെ UP-യിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ ഒരു പക്ഷേ പരിധി കടന്ന ആത്മവിശ്വാസമായിരിക്കും. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സയ്യിദ്? UP-യിൽ ഈ സഖ്യം ഫലപ്രദമായി എന്ന് പ്രതീക്ഷിക്കാമോ? എന്തെങ്കിലും ഗുണം ഈ സഖ്യത്തിന് സീറ്റെണ്ണത്തിലെങ്കിലും വർധന ഉണ്ടാക്കുമോ? UP-യിൽ സഖ്യം എനിക്ക് തോന്നുന്നു മുമ്പും ധാരണയുണ്ടായി തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരമൊരു ഇന്ത്യ മുന്നണി സ്വഭാവം ഉണ്ടായതിൻ്റെ ഒരു പ്രകടനം നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ അർത്ഥത്തിലേക്ക് വന്നിട്ടില്ല എന്ന് വേണം എക്സിറ്റ് പോൾ. ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി നിലപാടെടുത്തിട്ട് കാര്യമില്ല. അതിലേക്ക് എന്തൊക്കെയോ വസ്തുതയുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. തീർച്ചയായും ഏതെങ്കിലും സ്ട്രാറ്റജി ആ കണക്കെടുപ്പിന് പിന്നിലുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന കണക്കെടുപ്പുമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും ആ ഉദ്ദേശാർത്ഥത്തിലേക്ക് UP-യിൽ ആ മുന്നണി വർക്കൗട്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എനിക്ക് കരുതുന്നത് 10 തൊട്ട് ഒരു 15. ഇപ്പൊ നമ്മുടെ എക്സിറ്റ് പോൾ പ്രകാരം 9 തൊട്ട് 12 ആണ് നമ്മൾ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് മൊത്തം. 10 തൊട്ട് 15 വരെ വന്നാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം അത് നേട്ടമാണ്. UP-യെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ അയോധ്യ ആണെങ്കിൽ, മുത്തലാഖ് ആണെങ്കിൽ, പൗരത്വ ഭേദഗതി നിയമമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വോട്ടാകുകയും, കാരണം UP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെക്കാൾ BJP-ക്ക് സീറ്റ് കുറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഞാൻ UP-ന്ന് ഞാൻ വിഷയം മാറിപ്പോവുകയല്ല. കാരണം ഒരു പക്ഷേ പിന്നീട് നമ്മുടെ വിഷയമേ മാറിപ്പോവല്ലോ എന്ന് കരുതി ഞാൻ പുറത്ത് പറയുകയാണ്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് നഷ്ടമാവാം. ലാഭനഷ്ട കണക്കുകളിൽ നോക്കുമ്പോൾ എണ്ണക്കണക്കിൽ നഷ്ടമുണ്ടാകും. പക്ഷേ രാജ്യത്തെ പൊതുജനങ്ങൾക്ക്, ജനാധിപത്യത്തിന് ഇതൊരു വലിയ നേട്ടമാണ്. ഞാൻ അങ്ങനെ കരുതുന്നത്. കാരണം ഒരു മുന്നണി സ്വഭാവം രൂപീകരിക്കുന്നു. ഒരുപക്ഷെ പരാജയപ്പെട്ടതിന് ശേഷം നിങ്ങളൊക്കെ അവകാശപ്പെട്ട ചിലരൊക്കെ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് പോയേക്കാം. എങ്കിലും ഇവിടെ നിൽക്കുന്ന ചില ജനാധിപത്യ ബോധമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളെങ്കിലും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ രാജ്യത്തൊരു മികച്ച പ്രതിപക്ഷമാവാനെങ്കിലും ഇന്ത്യ മുന്നണി കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, ഈ മുന്നണിയുടെ വിജയമാണ്, ഇന്ത്യയുടെ വിജയം. യുപിയിൽ സ്വാഭാവികമായിട്ടും BJP തന്നെ അധികാരത്തോടെ അതിൽ തർക്കമൊന്നുമില്ല. അത് ആ ഒരു വാദമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് BJPക്ക് ക്ഷീണമാണെന്ന് ഞാൻ പറയും. അയോധ്യ വരെ വളരെ പ്രധാനമായിട്ട് വിഷയമാകേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ നേട്ടം കാത്തു സൂക്ഷിക്കാൻ BJPക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ട്, വലിയ ആത്മവിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. അവസാനത്തെ ഒരു 3 ഘട്ടം വന്ന സമയത്ത് മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും ഒക്കെ പ്രധാനമന്ത്രിയാണെങ്കിൽ, അമിത്ഷാ ആണെങ്കിൽ, നദ്ദയാണെങ്കിൽ എല്ലാവരും
പ്രചാരണത്തിൽ ഉപയോഗിച്ചത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർക്കെതിരെ അതായത് ഒട്ടും റെലവന്റ് അല്ലാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആ തരത്തിലുള്ള കമന്റ്സ് പറയുകയുണ്ടായി. മുന്നണി അവിടെ നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 7 മുതൽ 10 വരെ സീറ്റുകൾ നേടാൻ. കഴിഞ്ഞ തവണ 64 സീറ്റ് BJP സ്വന്തമാക്കിയ സ്ഥലമാണ്, NDA സ്വന്തമാക്കിയ സ്ഥലമാണ് അവിടെ. പക്ഷേ ഈ അപർണ സൂചിപ്പിച്ചതുപോലെ UP-യിലെ വോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ജാതി സമവാക്യങ്ങളും ഈ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രചാരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു മെച്ചം ഉണ്ടാകും. BJP-ക്ക് നഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവർ നില മെച്ചപ്പെടുത്തിയാലും ഒരു 7 മുതൽ 8 വരെ സീറ്റ് അവിടെ ഉണ്ടാകും. പിന്നെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു ഫാക്ടർ അവിടെ ഉള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ഏറ്റവും നല്ല കോംബോ ആയിരുന്നു അഖിലേഷും രാഹുലും തമ്മിലുണ്ടായിരുന്നത്. അത് ഭാവിയിലേക്കുള്ള ഒരു വാഗ്ദാനമാണ്. ഇനി വരുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആ ഒരു ഇഴയടുപ്പം അവർക്ക് തുടർന്നു കൊണ്ട് പോകാനായാൽ പിന്നീട് അത് ഒരു മാജിക്കായി മാറാനുള്ള സാഹചര്യങ്ങളുള്ളതാണ്. നിലനിൽക്കും എന്നുള്ളതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസും രാഹുലും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ നമ്മൾ ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ റാലികളിൽ ഇപ്പൊ നേരത്തെ അഖിലേഷിന്റെയും രാഹുൽ ഗാന്ധിയുടെയും റാലികളിൽ ആൾക്കൂട്ടം വന്നു എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ റാലി കഴിഞ്ഞ തവണത്തെയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആൾക്കൂട്ടം കുറഞ്ഞോ, ആവേശം കുറഞ്ഞോ? ആവേശത്തിൽ ഒട്ടും കുറവില്ല. അല്ല, 1-2 കസേര. ഞാൻ അയോധ്യയിൽ 13-14 ദിവസം ഉണ്ടായിരുന്ന ആളാണ്. അയോധ്യയിലെ വിവിധ UP-യുടെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ആളാണ് ഞാൻ. രാമക്ഷേത്രത്തിന്റെ സമയത്ത് ഞാൻ പറയുന്നത് അവിടെ നിങ്ങൾ പറയുന്ന ഒന്നും അല്ല ചർച്ച. അവിടെ രാമൻ കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ദൈവം. മനസ്സിലായോ? രാമനും നരേന്ദ്രമോദിയുമാണ് അവിടെ. ഞാൻ പറയുന്ന ഒരു പക്ഷേ ഇന്ത്യ ചേരിക്കുള്ളിലെ വിമർശനം തന്നെയാവും, എങ്കിലും ഞാൻ പറയും. അതായത് അതാണ് ജനാധിപത്യം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ നമ്മൾ ജനാധിപത്യവാദികളാണ്. ഞങ്ങൾ വോട്ടെടുപ്പിൽ ആര് ജയിക്കുന്നു അവരെ അംഗീകരിക്കണമെന്ന് വാദിക്കുന്നവരാണ്. ജനാധിപത്യത്തിലാണ്. അതാണല്ലോ ജനാധിപത്യം. പറയൂ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ ചേരിയുടെ ഏറ്റവും തെറ്റായ രാഷ്ട്രീയ തീരുമാനമായി ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കാനുള്ള തീരുമാനമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് UP ആണ് സബ്ജക്റ്റ് കൊണ്ട് പറഞ്ഞത്. രാഹുൽ എന്തായാലും ഇനി റായ്ബറേലിയിലൂടെ ഒതുങ്ങി അവിടെ തന്നെ ഉണ്ടാവണം. ഇനി കേരളത്തിലേക്ക് വരാൻ അദ്ദേഹം ശ്രമിക്കരുത്. ആ തീരുമാനം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം അത് ഒരുപക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അത് കോൺഗ്രസിന് നേട്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിൽ കൂടിയും അത് BJP-ക്ക് നേട്ടമാകും. പ്രതിപക്ഷ ചേരിയുടെ വലിയ രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് റായ്ബറേലി പറഞ്ഞു പോയതുകൊണ്ട് ദീർഘവീക്ഷണം ഇന്ത്യ മുന്നണിയിൽ അല്ലെ കോൺഗ്രസിലെ ആർക്കെങ്കിലും 2019 തോന്നിയിരുന്നെങ്കിൽ ഇതിൽ ഉത്തരേന്ത്യയിൽ കിട്ടിയ ഇവിടെ സഹിതം ഞാൻ UP-യിലേക്ക് ഒന്ന് തിരിച്ചു വന്നുകൊള്ളട്ടെ. ഇപ്പൊ ഇവിടെ പൊതുവെ നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. ഈ UP എന്ന് പറയുന്നത് ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നറിയാം. ഈ ഡൽഹിയുടെ ചിന്ത എങ്ങനെയാണോ അത് പലപ്പോഴും UP-യിൽ പ്രതിഫലിക്കാറുണ്ട്. 2019 62 സീറ്റിൽ BJP ജയിക്കുന്നു, 2 സീറ്റിൽ അപ്നാദൾ, അങ്ങനെ 64 സീറ്റുകളിൽ NDA. മറുഭാഗത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത്? BSP 10 സീറ്റിൽ വിജയിക്കുന്നു, SP 5 സീറ്റിൽ വിജയിക്കുന്നു. ഒരേ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഈ ഡേറ്റ വെച്ചിട്ടാണ് ഇത്തവണ 40 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം എത്തുമെന്ന് പറയുന്നത്. സജിത്ത്, അവിടെ 50% മുകളിൽ ആയിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയത്. മറുഭാഗത്ത് BSP നിശ്ചിത ശതമാനം വോട്ട് കൊണ്ടുപോയി. ബാക്കിയുള്ള വോട്ടുകൾ ആണ് SP-ക്കും കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. ഇവർ മാത്രമാണ് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതായത് SP-യും കോൺഗ്രസും മാത്രമാണ് ഇപ്പോൾ സഖ്യമുള്ളൂ. അതിനപ്പുറത്ത് BSP സഖ്യത്തിന്റെ ഭാഗമല്ല. മറുഭാഗത്ത് 50% വോട്ട് കഴിഞ്ഞ തവണ നേടിയ BJP തന്നെയാണുള്ളത്. അവിടെ ഈ രാമക്ഷേത്രം അത് കഴിഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. രാമക്ഷേത്രത്തിനാണല്ലോ BJP സഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ? ഇപ്പോൾ X എന്ന പാർട്ടിക്ക് 10% കിട്ടിയിരുന്നു, B എന്ന പാർട്ടിക്ക് 10% രണ്ടും ചേരുമ്പോൾ 20% എന്ന കണക്ക് ഒരിക്കലും പ്രായോഗികമല്ല. യാദവ മേഖലകളിലൊക്കെ ഈ കൂട്ടുകെട്ടിന് മാജിക് ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ് പ്രതീക്ഷ. നമുക്ക് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്. എന്തുകൊണ്ട് ജോസ് കെ മാണി പാലായിൽ തോറ്റു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ UP-യുമായി നമുക്ക് ഉദാഹരിക്കാൻ പറ്റുന്നത്. അതെ, പക്ഷെ സജിത്ത്, അവിടെ ഏത് തരത്തിൽ, അതായത് ഈ മോദി ഭരണത്തിയിരിക്കുന്നു, യോഗി ഭരണത്തിയിരിക്കുന്നു, ഇവർ 2 പേർ ആണ്. ഈ 2 പേർ എന്നത് UP-യുടെ വികാരം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സൂചിപ്പിക്കുന്ന പോലെ 64 എന്നതിന് മുകളിലേക്ക്
അതായത് അത് ഒരു സീറ്റ് ആകാം അല്ലെങ്കിൽ രണ്ട്. അല്ല, ഒരു അവിടെ സീറ്റ് ഒരു അല്ല. കാര്യം, ഇല്ല, ഒറ്റ ആ- കാര്യം, അല്ല, ആ ഒരേ ഒരു രീതിയിലേക്ക് കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോളട്ടെ. അപ്പൊ ബി സജിത്ത്, എസ് പിയുടെ വോട്ടുകൾ മുഴുവൻ ബി ജെ പി ക്യാമ്പിലേക്ക് ഒഴുകും. അതാണ് ഞാൻ അതാണ് സൂചിപ്പിച്ചത്. കണക്ക്. ഞാൻ പറഞ്ഞത് പക്ഷേ 64-ന് മുകളിൽ ഒരു സീറ്റെങ്കിലും ഇത്തവണ അധികമായി NDAക്ക് ലഭിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അവിടെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, പറയേണ്ടത് എന്താണോ, അതായത് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഈ രാമക്ഷേത്രം ഒരുപക്ഷെ ഇന്ത്യ ഒട്ടാകെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അത് പറയേണ്ടടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. ഉത്തർപ്രദേശിൽ പോലും പിന്നീട് ഇത് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അതാണ് പറഞ്ഞത്, അവിടെ 64 സീറ്റിന് മുകളിലേക്ക് പോകാൻ എന്തു പറയണമോ അതാണ് പറഞ്ഞത്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഒരു പക്ഷേ രഞ്ജിത്ത് ഒരു ഇടവേള കൊടുക്കും. ഇടവേള വേണം. ഒരു മിനിറ്റ്. 7 മുതൽ 10 വരെ സീറ്റ് നേടാമെന്നാ ഞാൻ പറഞ്ഞു. BSPക്ക് കോട്ടം അല്ല, ഒരു മിനിറ്റ്. ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇടവേള വേണം. അതിനു മുൻപ് 70-ന് മുകളിൽ സീറ്റുകൾ ഇത്തവണ BJPക്ക് UP-യിൽ അത്ഭുതപ്പെടാനില്ല. അത്ഭുതപ്പെടാൻ കാരണം രാമക്ഷേത്രം അവിടെ അത്രത്തോളം വലിയ വികാരമാണ്. അവിടെ കൊണ്ടുവന്ന ഡെവലപ്മെന്റ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെറുതല്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നാളെ BJPക്ക് മാത്രം കിട്ടും. തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വരും.